You are watching TV Next. വെള്ളറട സർക്കാർ ആശുപത്രിയോടുള്ള LDF UDF അവഗണനയ്ക്കെതിരെ BJP വെള്ളറട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തുകയുണ്ടായി. 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തുക, രാത്രികാലങ്ങളിൽ നിർത്തിവച്ചിരിക്കുന്ന ഫാർമസി പ്രവർത്തനം മുഴുവൻ സമയങ്ങളിലും ലഭ്യമാക്കുക, റേഡിയോഗ്രാഫറുടെ സേവനം 24 മണിക്കൂറും ഉറപ്പുവരുത്തുക, രാത്രികാലങ്ങളിൽ ആശുപത്രിയുടെ മുൻഭാഗം ഇരുട്ടാക്കി രോഗികളെ സ്വകാര്യ ആശുപത്രികളിലേക്ക് പറഞ്ഞയക്കുന്നത് അവസാനിപ്പിക്കുക, കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക, രാത്രികാലങ്ങളിൽ ആംബുലൻസ് സേവനം ഉറപ്പുവരുത്തുക, കാരുണ്യ ഫാർമസി പ്രവർത്തനം പുനരാരംഭിക്കുക, പീഡിയാട്രിക് വിഭാഗം ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരം നടന്നത്. ഈ സമരം സംഘടിപ്പിക്കേണ്ട അവസരം നിങ്ങൾ ദയവ് ചെയ്തുണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അതിവിടെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരു വഴിയുമില്ല. ഉദ്ഘാടനം BJP സംസ്ഥാന കൗൺസിൽ അംഗമായ അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാർ നിർവഹിച്ചു. ഏതാണ്ട് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കിവിടെ ഡെലിവറി, പ്രസവം, പിന്നെ പോസ്റ്റ്മോർട്ടം, പിന്നെ കുട്ടികളുടെ ചികിത്സ, അങ്ങനെ വിവിധ സെക്ഷനായിട്ട് എല്ലാവിധ സെക്ഷനോടുകൂടിയുള്ള പരിഗണനയും രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു 12 വർഷക്കാലമായി ഈ ആശുപത്രി മൊത്തം താറുമാറായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു CHSC സെന്ററിലേക്ക് 8 ഡോക്ടറാണ് നമുക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ളത്. പക്ഷെ ഇവിടെ നിലവിൽ 3 ഡോക്ടർമാർ മാത്രമാണ് PSC വഴി എടുത്തിട്ടുള്ളത്. ബാക്കി 1-2 ഡോക്ടർമാര് താൽക്കാലികമായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ശരിയായ ഡോക്ടറുടെ പ്രവർത്തനം ഇവിടെ ഇല്ല. അതൊന്ന്. രണ്ടാമത് നല്ല രീതിയിലുള്ള ഒരു ഫാർമസിസ്റ്റ് മാത്രമാണ് ഇതിനകത്തുള്ളത്. വരുന്ന രോഗികൾക്ക് മരുന്നോ ഗുളികളോ കൊടുക്കാനുള്ള നീണ്ട ക്യൂ ആണ് ഇതിനകത്ത് കാണപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ 8 മണിക്ക് ശേഷം ഇവിടെ ഡോക്ടർ ഉണ്ടാവും. ചില കാലങ്ങളിൽ ഡോക്ടർ ഇല്ല, ചില കാലങ്ങളിൽ ഡോക്ടർ ഉണ്ടാവും. ഉണ്ടാവുന്ന ദിവസം വന്നു കഴിഞ്ഞാൽ ഒരു രോഗിക്ക് ഒരു നേരത്തെ ഗുളിക മാത്രമാണ് ഇതിൽ കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ ചുറ്റളവിലാണ് ഉള്ള രോഗികളും പേഷ്യന്റുകളാണ് ഇവിടെ വന്ന് ഈ ചികിത്സ നേടുന്നത്. അപ്പൊ ഇവര് രാത്രികാലങ്ങളിൽ ഇവിടെ ചികിത്സയ്ക്ക് വരുന്നവർ ഒരു നേരത്തെ ഗുളികമായി കഴിച്ചിട്ട് പോയിട്ട് രാവിലെ അവർക്ക് ആ ഗുളിക കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് രാവിലെ ഇവിടെ വന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തിൽ വരുന്ന രോഗി വീണ്ടും ഇവിടെ വന്ന് OP എടുത്ത് മരുന്ന് വാങ്ങിയാലേ കൊടുക്കാൻ പറ്റും. വെച്ചാൽ രാത്രി ഫാർമസിസ്റ്റ് ഇവിടെ ഇല്ല. ഒരേ ഒരു നഴ്സ് മാത്രമാണ് രാത്രി ഇവിടെ ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നിരവധി ഹാർട്ട് പേഷ്യന്റുകൾ ഇവിടെ വന്ന് പോകാറുണ്ട്. ഒരു ECG സംവിധാനം ഇതിനകത്ത്, ഒരു ECG എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലേഡി സ്റ്റാഫ് ഇവിടെ ഉണ്ട്. 9 to 5 അവരുടെ ഡ്യൂട്ടിയിട്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ECG എടുക്കാനുള്ള ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ അടുത്ത് ഇങ്ങനെ HMC അംഗം കൂടെയാണ്, BJPയുടെ HMC അംഗം കൂടെയാണ് ശ്രീകണ്ഠചേട്ടൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ഒരു ഹെഡ് നേഴ്സ് ഇല്ല. ഒരു ഹെഡ് നേഴ്സിന്റെ വേക്കൻസി ഇവിടെ കിടക്കുകയാണ്. ആ വേക്കൻസിക്ക് ആളെ ഇവിടെ ഏർപ്പാടാക്കുന്നില്ല. നേഴ്സുകാരുടെ ശരിയായ പ്രവർത്തനമില്ല. ലാബ് ടെക്നീഷ്യന്റെ കുറവുകളുണ്ട്, അറ്റൻഡർമാരുടെ കുറവുകളുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഈ CHSC എന്തുകൊണ്ട് ഇങ്ങനെ അടംബരിച്ചു പോകുന്നു? 1956 കാലഘട്ടങ്ങളിൽ മസൂരി പോലെയുള്ള മാരകമായ രോഗങ്ങൾ പടർന്നു പിടിച്ചപ്പോൾ ഇവിടെ ഒരു ഹെൽത്ത് സെന്ററായി അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയും അന്നത്തെ നാട്ടുപ്രമാണിമാരും കൂടി വനവിഭവങ്ങൾ കളക്ട് ചെയ്ത് അതിൽ നിന്നും ലേലം ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് ആരംഭിച്ച ഒരു ഹെൽത്ത് സെന്ററാണ് ഈ ആശുപത്രി. 1956 കാലഘട്ടങ്ങളിലാണ് ഇത് ആരംഭിച്ചത്. പക്ഷേ അതിനുശേഷം ഇത് PHC ആയി ഉയരുകയും പിന്നെ അത് CHC ആയി മാറുകയും ചെയ്തു. ഇപ്പോൾ CHCയുടെ രീതിയിലാണ് ഈ ആശുപത്രി നിലനിൽക്കുന്നത്. പക്ഷേ ഇവിടെ അതിനു വേണ്ട ഡോക്ടർമാരോ ആ CHCയുടെ പാറ്റേൺ അനുസരിച്ചുള്ള സ്റ്റാഫുകളോ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ ബിൽഡിങ്ങുകൾ മാത്രം വെച്ച് ഉദ്ഘാടനം നിർവഹിക്കുന്നതല്ലാതെ ഈ ആശുപത്രിയുടെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള ഡോക്ടർമാരുടെ കുറവ്, അതിനുള്ള മെഡിസിനോ അതിനുള്ള നഴ്സുമാരോ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു ഐസൊലേഷൻ വാർഡ് ഇവിടെ ഉദ്ഘാടനം ചെയ്തു. അത് ഉദ്ഘാടനം മാത്രം നടത്തി പോയതല്ലാതെ അവിടെ അതിൻ്റെ പ്രവർത്തനമൊന്നും സജ്ജീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ മുൻപ് ഇവിടെ
പ്രസവം വരെ എടുത്തിട്ടുള്ള ഒരു ആശുപത്രിയാണ്. ഇന്ന് ആ രീതിയിലുള്ള ഏത് ഒരു ഇതുമില്ല. അതുപോലെ തന്നെ കിടത്തി ചികിത്സ, അന്ന് ഇവിടെ ഇഷ്ടംപോലെ ജനങ്ങൾ ഈ മലയോര മേഖല, ഇവിടെയും തൊട്ടടുത്ത പഞ്ചായത്തായ അമ്പൂരി, കല്ലിക്കാട്, തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിന്റെ വിളവങ്കോട് താലൂക്കിലുള്ള ആൾക്കാർ, അതുപോലെ ഒറ്റശേഖരം പഞ്ചായത്തിന്റെ കുറേ ഭാഗം, ആര്യങ്കോട് പഞ്ചായത്ത്, കുന്നത്തുകൽ പഞ്ചായത്തിന്റെ കുറേ ഭാഗം, ആ ജനങ്ങളെല്ലാം ചികിത്സ തേടി വരുന്ന ഈ ഏറ്റവും വലിയ ആശുപത്രിയാണ് ഇവിടെ. പക്ഷെ അന്നൊക്കെ ധാരാളം ഡോക്ടർമാരുണ്ടായിരുന്നു, കിടത്തി ചികിത്സയുണ്ടായിരുന്നു. ഇന്നിവിടെ കിടത്തി ചികിത്സ നിഷേധിച്ചിരിക്കുകയാണ്. ഇവിടെ റെഫറൻസ് ആശുപത്രിയായി മാറിയിരിക്കുന്നു. ആര് വന്നാലും ഇവിടെ 2 ദിവസത്തെ 3 ദിവസത്തെ മരുന്ന് കൊടുത്തിട്ട് തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രി നെയ്യാറ്റിൻകരയോ അല്ലെങ്കിൽ പാറശാലയിലോട്ടോ റെഫർ ചെയ്യുന്നു. ഇവിടെ കിടത്തി ചികിത്സയ്ക്ക് ഡോക്ടർമാരില്ല, നേഴ്സുമാരില്ല എന്നാണ് പറയുന്നത്. ആരാണ് ഇതിന് ഉത്തരവാദി? ഇത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഇതിലേക്ക് വേണ്ടി ഏതൊരു തയ്യാറെടുപ്പും നടത്തുന്നില്ല. ഇത് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും HMC കൂടി ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനെ പോയി കണ്ട് ഇതിനുള്ള പരിഹാരം കാണണം എന്ന് വർഷങ്ങളോളം ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഈ 10 വർഷത്തിനിപ്പുറമാണ് ഈ ആശുപത്രി ഇത്തരത്തിൽ ദയനീയമായി പോയിക്കൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളായി നമുക്കറിയാം, ഇവിടെ കിടത്തി ചികിത്സ നടത്തിക്കൊണ്ടിരുന്ന ഒരു ആശുപത്രിയാണ് ആനപ്പാറ ആശുപത്രി. ജനത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഈ ആശുപത്രിക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ മെഡിക്കൽ ഓഫീസറെ പിടിച്ചു കെട്ടിവെക്കും എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ അവസരത്തിൽ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ മുമ്പിലും വ്യാപാരി സുഹൃത്തുക്കളുടെ മുമ്പിലും പ്രഖ്യാപിക്കുന്നത്. BJP തിരുവനന്തപുരം സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ മുക്കമ്പാലമൂട് ബിജു സമാപന സന്ദേശം നൽകി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.